ഒട്ടും ക്ലീൻ അല്ലാത്ത തൃശൂർ നഗരസഭയുടെ നടപടിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കോരിയ മുഴുവൻ മാലിന്യവും ജനവാസ മേഖലയിൽ തള്ളിയാണ് നഗരസഭയുടെ ശുചീകരണ യജ്ഞം. ചെമ്പുക്കാവിന് സമീപം കൈരളി നഗറിലെ ഒഴിഞ്ഞ സ്ഥലത്തിനോട് ചേർന്നാണ് ഈ മാലിന്യങ്ങളെല്ലാം തള്ളിയിരിക്കുന്നത്. പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയെങ്കിലും ഇതുവരെയായും പ്ലാസ്റ്റിക്കും മണ്ണും കലർന്ന ആ മാലിന്യം നീക്കം ചെയ്യാൻ തൃശൂർ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. ശ്രീകൃഷ്ണകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മളെ. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തണം. അത് ജനങ്ങളുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ നിന്ന് കോരിയ മാലിന്യം ജനവാസ മേഖലയിലല്ല തൃശൂർ കോർപ്പറേഷൻ കൊണ്ടുവന്ന് കൊട്ടേണ്ടത്. മഴക്കാലപൂർവ്വ ശുചീകരണം കഴിഞ്ഞു, ഓടകളെല്ലാം ക്ലീനായി എന്നാണ് തൃശൂർ കോർപ്പറേഷൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ദുരിതത്തിലായത് ചെമ്പൂക്കാവിന് സമീപത്തെ കൈരളി നഗർ നിവാസികളാണ്. ഇത് ഓടയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വേസ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അഴുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഭൂമിയിലേക്ക് താണു പോകും. അത് അടുത്തുള്ള കിണറുകളിലും തോടുകളിലുമാണ് ചെന്ന് ചേരുക. അപ്പോൾ അത് ഏത് തരത്തിൽ ഇവിടെയുള്ള ആൾക്കാരുടെ ഹെൽത്തിനെ ബാധിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് സംരക്ഷിക്കണം, കൂടെ മറ്റുള്ള പരിസരവാസികളുടെയും. അപ്പോൾ ഇത് ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയാൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ മഴക്കാലം മുഴുവൻ ഇതിങ്ങനെ കിണറിലേക്കും തോട്ടിലേക്കും ഒലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മിനിമം ഞങ്ങളുടെ ഡിമാൻഡ് ഈ സാധനം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണം. മേലിൽ ഇവിടെ വേസ്റ്റുകളൊന്നും അടിക്കരുത്, അത്രയേ ഉള്ളൂ. 15 ദിവസം മുൻപാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ മാലിന്യശേഖരം പെടുന്നത്. ഒഴിഞ്ഞ സ്ഥലമായതിനാൽ ആരാണ് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് എന്നറിയാൻ CCTVകൾ പരിശോധിച്ചു. അപ്പോഴാണ് തൃശൂർ കോർപ്പറേഷന്റെ വാഹനം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇനി കോർപ്പറേഷൻ കൗൺസിലറോട് പരാതി പറഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം കേൾക്കാം. ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കാത്ത് നിന്ന് ഞങ്ങൾ പിടിച്ചപ്പോഴാണ് ഇത് കോർപ്പറേഷൻ്റെ വണ്ടിയിൽ, കോർപ്പറേഷൻ്റെ പുത്തൻ വണ്ടിയിൽ കോർപ്പറേഷൻ കയറ്റിയിട്ട് ഇതടിച്ചത്. അപ്പോൾ ഞങ്ങൾ പിടിച്ചു. എന്നിട്ടും ആ ലോഡ് ഇവിടെ തട്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ തന്നെ നമ്മുടെ കൗൺസിലർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ കൗൺസിലർ പറഞ്ഞു ഇത് ഞാൻ അറിഞ്ഞിട്ടല്ല, മറ്റാരൊക്കെ ബന്ധപ്പെട്ട് ചെയ്തായിരിക്കാം എന്നുള്ള ഒരു നിലപാടാണ്. പിന്നെ അവസാനം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. ഈ വേസ്റ്റ് ഇവിടെ അല്ലാണ്ട് പിന്നെ എവിടെയാണ് കൊണ്ടുവന്ന് അടിക്കുക എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി അവർ പറഞ്ഞു. അതായത് തൃശ്ശൂർ നഗരത്തിൽ ഉള്ള ഓടകളുടെ വേസ്റ്റ് മുഴുവൻ അടിക്കാനുള്ള സ്ഥലമാണോ കൈരളി നഗർ? അങ്ങനെയാണോ കോർപ്പറേഷൻ എടുക്കേണ്ട ഒരു തീരുമാനം? തങ്ങളെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാനില്ല എന്നാണ് തൃശൂർ കോർപ്പറേഷൻ അധികൃതരുടെ നിലപാട്. ഒരു നാടിന്റെ മുഴുവൻ മാലിന്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഈ നാട്ടുകാർ തന്നെ സഹിക്കണമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. കോർപ്പറേഷൻ വാഹനത്തിൽ മാലിന്യം കൊണ്ടുപോയി പ്രദേശത്ത് കൊണ്ടിടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ്. ഇത് നീതി നിഷേധം തന്നെയാണ്. സ്വൈര്യമായി ജീവിക്കാനുള്ള മനുഷ്യരുടെ അവകാശത്തിനുമേലുള്ള കടന്നുകയറ്റം. അടിയന്തര നടപടി സ്വീകരിച്ചേ മതിയാകൂ. വിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.